ഇന്നലെ ശ്രീനഗറിൽ നടന്ന ആക്രമണത്തിൽ 8 സൈനികരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുൾ മുജാഹിദീൻ ഏറ്റെടുത്തിരുന്നു. എന്നാൽ ഭീകരവാദികളെ വിജയിക്കാൻ അനുവദിക്കില്ലെന്നും ജമ്മു കാശ്മീരിന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകുകയാണെന്നും കിഷ്ത്വാറിലെ പൊതുപരിപാടിയിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ശക്തമായ സുരക്ഷയിലായിരുന്നു പ്രധാനമന്ത്രിയുടെയും സോണിയാഗാന്ധിയുടെയും കശ്മീർ സന്ദർശനം. जम्मू और कश्मीर के अवाम के लिए एक बेहतर मुस्तकबिल की फराहमी से वाबस्ता हमारी पॉलिसियां पूरी तरह से उस वक्त कामयाब हो सकती हैं जब रियासत पे जारी तमाम सियासी और इक्तिसादी अमल में जमहूरियत और शराकत का माहौल कायम रहे. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് ഇരുവരും കശ്മീരിലെത്തിയത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കശ്മീരിൽ നടക്കുന്നത്. ജമ്മു കശ്മീർ ലിബറേഷൻ ഫ്രണ്ട്, ഹുറിയത്ത് കോൺഫറൻസ് എന്നീ സംഘടനകളാണ് സമരത്തിന് ആഹ്വാനം ചെയ്തത്. കടകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തനരഹിതമാണ്. കശ്മീർ വിഷയത്തെ കേന്ദ്രം ഒരു സാമ്പത്തിക പ്രശ്നം മാത്രമായാണ് കാണുന്നത്. കശ്മീർ ഒരു രാഷ്ട്രീയ പ്രശ്നമാണെന്ന് ഹുറിയത്ത് കോൺഫറൻസിന്റെ നേതാവ് മിർവായിസ് ഉമർ ഫാറൂഖ് പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടെന്നും അതൊരു മരീചിക മാത്രമായി മാറിയിരിക്കുന്നുവെന്നുമാണ് ജമ്മു കശ്മീർ ലിബറേഷൻ ഫ്രണ്ട് നേതാവ് യാസീൻ മാലിക് ആരോപിച്ചത്. സംഘടനകൾ ആഹ്വാനം ചെയ്ത സമരം കശ്മീർ ജനജീവിതത്തെ രൂക്ഷമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1.